നമ്മുടെ ലൈഫിലോട്ട് സന്തോഷം കൊണ്ടുവരുന്ന മറ്റൊരു കാര്യം പറയട്ടെ. ബീച്ച്. നമ്മൾ ബീച്ചിൽ കളിക്കാൻ പോകും, ബീച്ച് കാണാനായിട്ട് പോകും. അങ്ങനെയൊക്കെ ആവുമ്പോഴും നമ്മൾ ചിലപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. ഓ, ഈ ബീച്ചിന്റെ വേവ്സിന് ഇത്രയും പവർ ഉണ്ടല്ലേ നമ്മൾക്ക് സന്തോഷം ഉണ്ടാക്കി തരാൻ വേണ്ടി എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീച്ചിലെ വേവ്സ് ഇല്ലേ, ആ വേവ്സിനെ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ അത് ഒരു മെഡിറ്റേഷൻ ഫീലാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ നിങ്ങൾ ബീച്ചിൽ പോകുന്നവരാണെങ്കിൽ ബീച്ചിൽ പോവുക. ഇനിയിപ്പോൾ പറയുക എല്ലാവർക്കും ബീച്ചില്ലല്ലോ, എവിടെ എല്ലാവരും ബീച്ചിൽ പോകുന്നത് അല്ലേ? അതും പറ്റിയല്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിലും തോടെങ്കിലും ഉണ്ടാവത്തില്ലേ, അവിടെയാണെങ്കിലും ആ വെള്ളം ഒഴുകുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓരോ കല്ലിൽ തട്ടി ഓരോ പാറയിൽ തട്ടി വെള്ളം ഒഴുകുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതായത് വെള്ളത്തിന്റെ അടുത്ത് നമ്മൾ നിൽക്കുക മാക്സിമം. അതായത് നല്ല ടെൻഷനൊക്കെയാന്ന് വിചാരിച്ചോ, ഈവൻ ഡിമെൻഷ്യ ആണെങ്കിൽ പോലും ഈ പറയുന്ന വെള്ളം ഒഴുകുന്ന ആ ഒരു ശബ്ദം നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്, നല്ലതായിട്ട് ഉറങ്ങാനും ഒക്കെ. സോ അപ്പോൾ വേറൊന്നുമല്ല, ബീച്ചെങ്കിൽ ബീച്ച്, തോടെങ്കിൽ തോട്, എവിടെയെങ്കിലും. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നല്ല മഴയാണെങ്കിൽ നമ്മുടെ പറമ്പിൽ കൂടെ ഒഴുകുന്ന അരുവി ഉണ്ടാവില്ലേ, അവിടെ നോക്കി നിന്നാലും മതി, നല്ല മനസ്സമാധാനം കിട്ടും. എല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും സന്തോഷത്തോടെ ചെയ്യുക. അത് നമ്മൾ പറയത്തില്ലേ, അതായത് ആർക്കോ വേണ്ടി ചെയ്യാതെ നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.